நீங்கள் இப்போ பார்த்துட்டு இருக்கிற காட்டுக்கு அந்த பக்கம் தூரமாக, ரொம்ப தூரமாக முந்தி ஒரு அடர்ந்த காடு இருந்துச்சு. அந்த அடர்ந்த காட்டில் ரொம்ப கம்மியான ஆட்கள் தான் இருந்தாங்க. வருஷங்கள் போச்சு, பல நூற்றாண்டுகளும் போச்சு. அந்த அடர்ந்த காடு இப்போ ஒரு குட்டி கிராமம். அந்த கிராமத்தை பார்க்கவும், காடு மலைகள் ஏறவும், அதோட அழகை ரசிக்கவும் இப்போவும் பல ஆட்கள் வந்துக்கிட்டு தான் இருக்காங்க. இந்த மந்திர காடு இங்கே வார ஒருத்தரோட மனநிலைக்கு ஏற்ற மாதிரி நல்லதை நினச்சா நல்ல எண்ணங்களையும், கெட்டதை நினச்சா கெட்ட எண்ணங்களையும் ஏற்படுத்திக்கிட்டு தான் இருக்கு. இவ்வளவும் இருக்கிற எங்கள் ஊரை பார்க்க நீங்களும் வரீங்களா? ഓ പിന്നെ കഴിഞ്ഞ വർഷത്തെ കൂട്ടാണെ വണ്ടി എന്തായാലും വരും. നീയല്ലേ ആള്? ഒന്ന് പോടാ മൈരേട്. നീ സ്ഥലത്തി ഒന്നും ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയോ? നീ വട്ടവാടയെന്നല്ലടാ പറഞ്ഞു. നാറ്റിക്കൽ അളിയാ. നീ വണ്ടി നിർത്തി ആ സ്റ്റീവിനെ ഒന്ന് വിളിച്ചു നോക്കി. പണ്ടാരടങ്ങി തോന്നുന്നു. ആ കുപ്പിങ് എടുത്ത് ബേസ്മെന്റ് ഇട്ടേക്ക്. ഓ, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ അല്ലേ? അടിച്ച് തീർക്കണ്ടായിരുന്നു. അത് നീ മാക്കുന്ന അടിക്കും ആലോചിക്കണമായിരുന്നു. ക്യാമ്പ് എവിടെയാണ്? അത് നീ വിളിച്ചു. ആ ചേട്ടാ, ഞാൻ കെവിനെ, ഞാൻ മുമ്പേ വിളിച്ചില്ലായിരുന്നു. എന്താടാ? ഒരു 500 മണീസ് എന്തിന്? ഇങ്ങ് തന്നേ ചേട്ടാ. ഒരു മിനിറ്റേ. അത് താ, ഞാൻ എടുത്തോളാം. ആ, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ വ്യൂ പോയിന്റ് ക്യാമ്പ് എവിടെയാണെന്ന് കാണാൻ പറ്റുന്നില്ല. ആ, ഓക്കെ ഓക്കെ. ആ, അറിയാം. ശരി ശരി ശരി. ഓക്കെ. ഹലോ, പോയോ ചേട്ടാ? ഹലോ ടീമേ, എന്താടാ? அந்த கடைக்காரர் சொல்லிட்டேன், ஃபுல்லாக ஃப்ரூட்ஸாக போட்டு வாட்டிய சார் அடிச்சா கும்பு നേരിടും. നല്ല ഊത്ത സാധനം മാതിരി ഉണ്ടല്ലോടാ. തന്നെ? പിന്നെന്ത്? ഊത്തല്ലടാ, ഊത്തതാ. താൻ കുടിക്കണ്ട. അങ്ങനല്ല, തമാശ പറഞ്ഞാ. നമുക്ക് സെറ്റാക്കാം. ഇതിന്റെ പേര് കേട്ടാ അറിയാം, അടിക്കാൻ പറ്റിയ സാധനമാണ്. അതെന്ത്? പടയപ്പ, അടിയപ്പ. ആ വേണ്ട, ഞാൻ കുടിച്ചോളാം. ഓ, ഇവിടെ കുറച്ച് ലാൻഡൊക്കെ എടുത്ത് നമുക്കൊരു ഫാം ഹൗസ് ഒക്കെ സെറ്റപ്പ് ആക്കി പൊളിയായിരിക്കില്ലേ? പിന്നെ സൂപ്പർ ആയിരിക്കും. ഇതാ അവിടെ ആയാലോ? ആ ഏരിയയിലാണ് നല്ലത്. സാർ, ആരാ? கேம்ப்லேருந்து வரேன் சார். ക്യാമ്പിന്നാ? ஆமாம் சார், ஆமாம் வாங்க. ഇല്ല വാടാ, നമുക്ക് ബാഗ് എടുക്കാം. டிக்கில் பேக் எது இருக்கா சார்? வாங்க சார், நான் பின்னாடி வாங்க சார். അണ്ണാ, ഇവിടെ നിന്ന് കുറേ ദൂരം ഉണ്ടാ? இல்லை சார், இந்த முக்கு திரும்பினதும் பக்கத்தில் தான் சார். കെവിനെ, ഈ കയറ്റം നമ്മൾ തന്നെ കയറണ്ടാണോടാ? ഇല്ലടാ, നിന്റെ അപ്പം വന്ന് കയറുക. ഒരു മിനിറ്റ്, തോമാച്ചനൊന്ന് വിളിക്കട്ടെ. ആ, നീ വിളിച്ചു നോക്ക്. ഞാൻ ഇറങ്ങാൻ നേരം അങ്ങനെ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കെവിനെ, ഈ നാട്ടിൽ വേറെ എന്തോരം സ്ഥലങ്ങളുണ്ടാ. ഈ കാട്ടുമുക്ക് വന്നിട്ട് എന്ത് കിട്ടാനാ? അതേസമയം ഒരു ബാറിലൊക്കെ പോയിരുന്ന് ഒരു ചിക്കനൊക്കെ കടിച്ച് 2 അടിച്ചോണ്ടിരുന്നായി. എന്താ വൈബ്! ഫുൾ ഓൺ ഫുൾ പവർ. നിനക്ക് ഞാൻ 5 സ്റ്റാർ റൂം എടുത്ത് തരാടാ. ഈ കാട് കയറാൻ വേണ്ടിയിട്ടാടാ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് വന്നേ. എന്റെ പൊന്നളിയ, ഈ കാട് എന്നൊക്കെ പറഞ്ഞ ഒരു മര്യാദ വേണ്ട. ഇതൊരു മാതിരി ഏണാവോണ ത്രികോണ ലൈനായല്ല. എൻ്റെ പൊന്ന് ടീമേ, മേളിൽ പോയി 2 അടിച്ചു കഴിഞ്ഞാൽ പൊളി വൈബായിരിക്കും. നീ ഒന്ന് വന്നേ. ഓ, അപ്പൊ താൻ ഈ ഊത്ത സാധനമൊക്കെ കുടിക്കുവോ? കുടിക്കുമല്ലേ? ചെറുതായിട്ട്. ഓ, ഒരു നാണോ ഇല്ലല്ലോ. ഇത് UK അല്ലേ? എൻ്റെ അമ്മച്ചൻ കോൺട്രാക്ട് അല്ലേ? അങ്ങനെ ഇതെടുത്താ മുറിക്കുന്നേ. പുള്ളി ഇതുകൊണ്ടൊരു ഡൈനിങ് ടേബിൾ പണിഞ്ഞ് വീട്ടിലിട്ടേപ്പുണ്ട്. അതിലിന്ന് ഫുഡ് കഴിച്ചാലേ വണ്ടി പിടിക്കത്തില്ലടാ. போடா சார், இது யூகாலிஸ் இல்லை சார், கிராண்டிஸ்.
இதில் ஷேர் டேபிள்லாம் பண்ண முடியாது சார், புதைக்கிறதுக்கு மட்டும்தான். പിന്നെ ഒരു തള്ളു. അണ്ണാ ஆ എന്ത് നോക്കണ്ട നിങ്ങള്? வாங்க சார் வாங்க. എത്തിയാ? அங்கே தான் சார். வாங்க. കെവിനെ, എടാ നിക്കടാ. എടാ ക്യാമ്പ് എത്തിയടാ. ഉപ്പാടളിയൽ എന്താ അവസാനം കൊണ്ട് എത്തിച്ചില്ലേ? ആ, കാല്. എന്റെ കാലിന് വല്ല ഉപ്പിലിട്ടാ മതി തോന്നുന്നേ. ഞാനിവിടെ എങ്ങനെ ഇരിക്കാൻ പോവാ. നീ ഇരിക്കണം. ഇങ്ങനെ വരട്ടെ. ഓ, എടാ കാലിലെന്തോ കടിച്ചു എന്നാ തോന്നുന്നേ. അതങ്ങെടുത്ത് കളഞ്ഞാ പോരെ. இங்கே இருக்கீங்க சார். എത്തിയണ്ണാ? ஆமாம். നല്ല പൊളി സ്ഥലമാണല്ലോ. ഇവിടെയാണോ നമ്മുടെ സ്റ്റേ? இங்கே இல்லை சார், அங்கே அங்கே. എവിടെയല്ലേ? அது கொடுக்கல சார், அதுக்குள்ளே கொஞ்சம் வேலை இருக்குது. അതെന്താ? வாங்க. എടാ വാടാ. അണ്ണാ അതെന്താ ഇപ്പൊ കൊടുക്കാതെ? வாங்க சார். കെവിനെ. ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ട് சார் சார் பேக்கு கொடுங்க சார். ഇതുവരെ പിടിക്കാത്ത ഭാര്യ പിടിക്കണോ? സ്റ്റീവല്ലേ അത്? ഹായ് ബ്രോ. എന്നുവെച്ചാൽ ഈ സ്ഥലത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും വൈവായിരിക്കും. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? ഇന്ന് ഒരു നാളെ ഒരു എന്നിട്ട് അവനെ കണ്ടിട്ട് പോലും ഇല്ല. അണ്ണാ, ஆ சார். ഇവരെ കൊണ്ടുപോയിട്ട് എന്നെ ഒന്ന് കാണിക്കും. அந்த ரெண்டா? ஆ നിങ്ങൾ തന്നെ ചെയ്യും. வாங்க வாங்க. നിനക്കല്ലേ എപ്പോഴും സംശയം. ഞാൻ എന്ത് ചെയ്താലും സംശയം. I don't understand. I really don't understand. Why do you have to entertain everyone? What are you trying to prove? ഞാൻ ഒരാളോട് സംസാരിച്ച Okay, okay. You have your fun. இதுதான் சார் டென்ட்டு. ஆமாம் சார், நல்லா இருக்கும். സമാധാനായി. ഇനി എവിടെയെങ്കിലും ഒന്ന് കിടന്നാ മതി. അണ്ണാ ഇങ്ങനെ കാട്ടുപോത്ത് വരുമോ? இல்லை சார், அப்படிலாம் அங்கே ஒன்றும் இல்லை சார். வேலியெல்லாம் போட்டு ரொம்ப பாதுகாப்பாக இருக்குது சார். ஒன்றும் பயப்பட வேண்டாம் சார். சார் நான் போட்டுமா? ഒരെണ്ണം അടിക്കുന്നോ? നല്ല സാധനം. படையப்பாவா? சரியில்லை சரியில்லை. ഒരെണ്ണം അടിച്ചിട്ട് വേണം. இல்லை சார் வேண்டாம். പോയ ഡാ. ഡാ. Or
யாராவது ஓடி வாங்க, யாராவது ஓடி வாங்க. ஸ்டீவண்ணா, ஸ்டீவண்ணா. என்னாச்சு? தெரியல சார். யாரு எந்த பட்டியே? நான் பார்க்கும்போது இங்க என்னாச்சுன்னே தெரியல. நாங்கள் பார்க்கும்போது இங்கே தான் படுத்துருந்தாங்க. யா, அபி யா, அபி എന്താ പറ്റി? சார் சார், நான் அப்போவே சொன்னேன்ல இந்த மாதிரி பேட்டை சரக்குலாம் அடிக்கக்கூடாதுன்னு. என்ன சார், நான் சொன்னேன்ல சார். അവനെ ദേ പൊക്കി അങ്ങോട്ട് എടുത്തോ. ടെൻഷനാക്കി കളഞ്ഞല്ലോടാ. ആ, ഒന്നും കുഴപ്പമില്ല. നല്ല തണുത്ത വെള്ളത്തിൽ അങ്ങോട്ട് പൊക്കി എടുത്തോ. നമ്മളൊക്കെ എത്ര കണ്ടാ எங்கள் தாத்தா என்கிட்ட ஒரு கதை சொல்லியிருக்காங்க. எப்போதும் சண்டை போட்டுருக்கிற 2 ஓநாய்களோட கதை. ஒரு ஓநாய் நன்மை, பாசம், காதல் அப்படிங்கிற ஓநாயும், இன்னொரு ஓநாய் பொறாமை, கோபம், துரோகம் அப்படிங்கிற ஓநாயும். நான் கேட்டேன், தாத்தா இந்த நன்மை துன்மை ஓநாய் போரில் யார் ஜெயிப்பாங்க? தாத்தா என்கிட்ட சொன்னாங்க, நீ ஊட்டி வளர்த்தது எதுவோ அதுதான் ஜெயிக்கும்.